എ.കെ. ആന്റണിക്കെതിരെ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ചിന്നക്കനാൽ 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ 2002 എ.കെ. ആന്റണി സർക്കാരിന്റെ തീരുമാനമാണ് ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം രൂക്ഷമാക്കിയത്. വന്യജീവികളുടെ വിഹാര കേന്ദ്രം ജനങ്ങൾക്ക് പതിച്ചു നൽകിയത് വന്യജീവി ആക്രമണങ്ങൾക്ക് കാരണമായെന്ന് CP മാത്യു. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 47 പേരാണ് മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിവിധ പദ്ധതികൾക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരും സ്വന്തമായി ഭൂമിയില്ലാത്തവരുമായ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ചിന്നക്കനാൽ മേഖലയിൽ 1490 ഏക്കർ ഭൂമി പതിച്ചു നൽകാനായിരുന്നു 2002 എ.കെ. ആന്റണി സർക്കാരിന്റെ തീരുമാനം. എന്നാൽ 810 ഏക്കർ ഭൂമി മാത്രമാണ് അന്ന് റവന്യൂ വകുപ്പിന് കണ്ടെത്താനായത്. 301 കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ 17 ഒരേക്കർ വീതം ഭൂമി പതിച്ചു നൽകി. ഇതാണ് 301 കോളനി. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. ഇവിടം ജനവാസ മേഖലയായതോടെ കാട്ടാനകൾ പുറത്തേക്കിറങ്ങി. ഇവ ചിന്നക്കനാൽ, ശാന്തൻപാറ തുടങ്ങിയ ജനവാസ മേഖലകളിൽ തമ്പടിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനിടെ ചിന്നക്കനാൽ മേഖലയിൽ 47 പേരെ കാട്ടാനകൾ കൊലപ്പെടുത്തി. 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകാനുള്ള എ.കെ. ആന്റണി സർക്കാരിന്റെ തീരുമാനമാണ് പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണമായതെന്ന് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. ആന സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് 301 കോളനി. അത് അന്ന് എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലാണ് അവിടെ ആളുകളെ ഒരേക്കർ വെച്ചിട്ട് 301 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശയുടെ പേരിൽ ഉണ്ടായ തീരുമാനമാണ്. സ്ഥിരമായി ആന താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഈ ആളുകളെ താമസിക്കാനായിട്ട് കോളനൈസേഷൻ സ്കീം വെച്ചിട്ട് കൊടുത്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ആന അവിടുന്ന് ഇറങ്ങി ആനയ്ക്ക് താമസിക്കാനുള്ള സ്ഥിരതാമസം മാറിക്കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുന്നു. സ്വാഭാവികമായും ആന പിന്നെ കണ്ടതിലെല്ലാം കയറി പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവിടെ അന്ന് ഈ 301 പേർ കൊടുത്തതിനകത്ത് 33 കുടുംബങ്ങളാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. ആ വനംവകുപ്പ് അന്നത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റിദ്ധാരണയുടെ ഫലമാണ് അന്ന് 301 കോളനി ആന സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന വാസസ്ഥലം മാറ്റിയിട്ട് അവർക്കത് കൊടുക്കാൻ കാരണമായത്. 282 കുടുംബങ്ങൾക്കാണ് 301 കോളനിയിൽ പട്ടയം നൽകിയത്. ഇവിടെ 117 വീടുകൾ പണിതു. എന്നാൽ വന്യമൃഗശല്യത്തെ തുടർന്ന് പലരും വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയി. മേഖലയിൽ താമസിച്ച പലരുടെയും ഉറ്റവരും ഉടയവരും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ അവശേഷിക്കുന്നത് 30-ൽ താഴെ കുടുംബങ്ങൾ മാത്രം. കൈരളി ന്യൂസ്, ഇടുക്കി.